കളക്ടർ കസേരയിൽ ഇരിക്കുവാൻ കൊതിച്ച പെൺകുട്ടി. ഒടുവിൽ ആ പെൺകുട്ടിക്ക് സംഭവിച്ചതോ ആരെയും ഞെട്ടിക്കുന്ന അത്ഭുതം. അതെ, നമുക്ക് കഥയിലേക്ക് പോയാലോ? കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ വെച്ചാണ് ഈ കഥ തുടങ്ങുന്നത്. മഴയും പച്ചപ്പും നിറഞ്ഞ വഴികൾ, ചെറിയ മേൽക്കൂരയുള്ള വീട്. അവിടെ ചെറിയൊരു കുടിലിലാണ് നമ്മുടെ ഈ കഥയിലെ നായികയായ അനന്യ താമസിക്കുന്നത്. അനന്യയുടെ വീട് ചെറുതായിരുന്നു, പക്ഷേ ആ വീട്ടിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു അനന്യയ്ക്ക്. രാത്രി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അനന്യ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളെ കാണുമ്പോൾ ഒരു അഭിമാനം. അച്ഛൻ്റെ വലിയൊരാഗ്രഹം, അനന്യെ നീയൊരു കളക്ടറായിട്ട് എനിക്ക് കാണണം. അനന്യ അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് ചിരിച്ചു. അച്ഛാ, ഞാൻ കളക്ടർ കസേരയിലിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അരികിൽ വേണം. അതൊരു വാക്കല്ല, അത് അവളുടെ പ്രാർത്ഥനയായിരുന്നു, ഒരു പ്രതിജ്ഞയായിരുന്നു. അനന്യ സ്കൂളിലെ ടോപ്പറായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും പറഞ്ഞിരുന്നു, ഈ പെൺകുട്ടിക്ക് വലിയൊരു ഭാവിയുണ്ട്. അനന്യയ്ക്ക് ഒരേയൊരു ലക്ഷ്യം IAS. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അവൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, പഴയ ചോദ്യപേപ്പറുകൾ. അച്ഛൻ അവൾക്ക് വേണ്ടി കൂടുതൽ ജോലികൾ ഏറ്റെടുത്തു. മഴയത്തും വെയിലത്തും ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. മകളുടെ സ്വപ്നം നേടിയെടുക്കണം എന്നുള്ള വാശി മാത്രമായിരുന്നു അച്ഛന്. ഒരു ദിവസം അച്ഛൻ അവളോട് പറഞ്ഞു, മോളെ, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നിന്നെ ഒരു കളക്ടറായി കാണുക എന്നുള്ളത്. അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മനസ്സിൽ വാഗ്ദാനം ചെയ്തു, ഞാൻ തീർച്ചയായും ജയിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അച്ഛൻ കഷ്ടപ്പെട്ടു ഓരോ ദിവസവും അവൾക്ക് വേണ്ടി ജോലി ചെയ്തു. അവളുടെ അമ്മ അച്ഛന് താങ്ങും തണലുമായി നിന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ തന്നെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അനന്യ പറഞ്ഞു, അച്ഛാ, ഇന്ന് നേരത്തെ വരണേ. അച്ഛൻ ചിരിച്ചു, ഇന്ന് വേഗില്ല മോളെ, ഞാൻ എന്തായാലും നേരത്തെ വരാം. അച്ഛൻ പോയി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഒരു ഫോൺ മുഴങ്ങി. അമ്മ ഫോൺ എടുത്തപ്പോൾ അമ്മയുടെ മുഖം ചുവന്നു തൊടുത്തു. അതെ, കെട്ടിടത്തിൽ നിന്ന് വീണു. അവളുടെ അച്ഛന് ഗുരുതരമായ പരിക്കുകൾ പറ്റിയിരിക്കുന്നു. ആ ഫോൺ വിളി കേട്ടപ്പോൾ അനന്യയുടെ കയ്യിൽ നിന്ന് പുസ്തകം വീണു. അനന്യയും അമ്മയും കൂടി ആശുപത്രിയിലേക്ക് ഓടി. അതെ, ആശുപത്രിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഓക്സിജൻ മാസ്ക് ധരിച്ച് അച്ഛൻ കിടക്കുന്നു. കണ്ണുകൾ മങ്ങിയിരിക്കുന്നു. അനന്യ നേരെ ICUവിലേക്ക് കടന്നു. അച്ഛാ എന്ന് പറഞ്ഞ് അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛൻ പതുക്കെ കണ്ണുകൾ തുറക്കുവാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ല. അവളെ കണ്ടപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ മന്ദമായി പറയുവാൻ നോക്കി, പക്ഷേ സാധിക്കുന്നില്ല. അവൾ കരഞ്ഞു, അച്ഛാ, എനിക്ക് എൻ്റെ അച്ഛനെ വേണം. പക്ഷേ അവളുടെ അച്ഛൻ്റെ കൈകൾ പതുക്കെ താഴെ വീണു. മോണിറ്റർ ശബ്ദം നീണ്ടു. ആ നിമിഷം അവളുടെ ലോകം തകർന്നു. അതെ, അവളുടെ അച്ഛൻ എന്നേക്കുമായി അവളെ വിട്ടുപോയിരിക്കുന്നു. അനന്യ നിറകണ്ണുകളുമായി ഉറക്കെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ്റെ ശരീരം വീട്ടിൽ കൊണ്ടുവന്നു. ഗ്രാമം മുഴുവൻ. പക്ഷേ അനന്യ കേൾക്കുന്നത് ഒരേ ഒരു വാക്ക് മാത്രം, അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അവൾ രാത്രി അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്നു. കണ്ണുനീർ അവൾക്ക് തടയുവാൻ പറ്റിയില്ല. പുസ്തകങ്ങൾ തുറന്നിരുന്നു, പക്ഷേ അവൾക്ക് സാധിക്കുന്നില്ല. അവളുടെ അച്ഛൻ്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അച്ഛൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. അവൾ അച്ഛൻ്റെ ഫോട്ടോയെ നോക്കി കുറേ നേരം കരയും, പിന്നെ നിശബ്ദമായിരിക്കും. അമ്മ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, മകളെ, നീ അച്ഛൻ്റെ ആഗ്രഹം നടത്തിക്കൊടുക്കണം. നീയൊരു കളക്ടറായി കാണണമായിരുന്നു നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. നിനക്ക് വേണ്ടിയാണ് അച്ഛൻ കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നീ കളക്ടറാകണം. ആ വാക്ക് അവളോട് ചെവിട്ടിൽ വീണ്ടും മുഴങ്ങി. പക്ഷേ ജീവിതം ഒരു നിമിഷം പോലും എളുപ്പമായിരുന്നില്ല. അതെ, അച്ഛൻ പോയതോടുകൂടി കടക്കാർ വാതിൽ വന്ന് തട്ടി. കുടിശ്ശിക അടയ്ക്കണം, വീട് വിറ്റ് പോകുമോ എന്ന ഭയം. അതിനു പുറമെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു, ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് അമ്മയ്ക്ക്. ഇനി ജോലികൾക്കും മറ്റും ഒന്നും പോകരുത്, വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കണം, മരുന്ന് ഒരിക്കലും നിർത്തരുത്. എന്നാൽ മരുന്നിൻ്റെ വില കേട്ടപ്പോൾ അനന്യയുടെ കൈകൾ വിറച്ചു. അങ്ങനെ വീട്ടിലെത്തി അവൾ മേശപ്പുറത്ത് കിടന്നിരുന്ന അവളുടെ പുസ്തകങ്ങൾ, അവളുടെ സ്വപ്നം എന്നേക്കുമായി അടച്ചു. ഇനി പഠനമില്ല, എൻ്റെ അമ്മയുടെ ജീവിതം, അതാണ് എനിക്ക് വലുത്. ആ വാക്ക് പറഞ്ഞ് അവളുടെ സ്വപ്നം പകുതിയായി അവൾ നിർത്തിവെച്ചു. പിറ്റേ ദിവസം അവൾ ജോലി അന്വേഷിച്ച് നടന്നു.
ആദ്യം ഓരോ വീടുകളും കയറിയിറങ്ങി ജോലിക്ക് വേണ്ടി. ഒരു വീട്ടുജോലിയായാലും അവൾക്ക് കിട്ടിയാൽ മതി. അവളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു. അങ്ങനെ അവൾ മറ്റു വീടുകളിലെ വീട്ടുജോലികളും മറ്റും ഏറ്റെടുത്തു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. അവൾ പാത്രങ്ങളും മറ്റും വീടുകളിൽ കഴുകുമ്പോൾ ആ വെള്ളത്തിൽ അവളുടെ കണ്ണുനീർ കലർന്നു. മറ്റൊരു വീട്ടിൽ തറ തുടയ്ക്കുമ്പോൾ അവൾക്ക് തലചുറ്റി വീഴാൻ പോകുന്നത് പോലെ തോന്നി. ചിലർ കരുണയോടെ സംസാരിച്ചു, ചിലർ അവളെ പരിഹാസത്തോടെ നോക്കിക്കണ്ടു. അങ്ങനെ അവൾ അവളുടെ പഠനം നിർത്തി. പക്ഷേ ഒരിക്കലും അച്ഛൻ്റെ സ്വപ്നം അത് അവളിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു വാർത്ത, കളക്ടർ വരുന്നു ഗ്രാമം സന്ദർശിക്കുവാൻ. അവൾ ഓടി വന്നു കളക്ടറെ ഒരു നിമിഷം ഒന്ന് കാണുവാൻ. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അവൾ അകലെ നിന്ന് കളക്ടറെ നോക്കി. ആ അധികാരം, ആ ബഹുമാനം എല്ലാം കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ ആ ആഗ്രഹം, അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു കളക്ടറാകുക എന്നുള്ളത്. അങ്ങനെ ഒടുവിൽ അവൾ തീരുമാനിക്കുന്നു, വീട്ടുജോലികളും മറ്റും ഇടയിൽ കിട്ടുന്ന സമയമെല്ലാം അവൾ പഠിക്കും. കഷ്ടപ്പെട്ടിട്ടായാലും അച്ഛൻ്റെ ആഗ്രഹം അവൾ നേടിയെടുക്കും. അങ്ങനെ അവൾ പകുതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുന്ന അവളുടെ പഠനം അവൾ തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചു. അമ്മ പൂർണ്ണമായും അവളെ സപ്പോർട്ട് നിന്നു. അങ്ങനെ അവൾ അവളുടെ പഠനം ആരംഭിച്ചു. രാത്രി 12 മണി. ഗ്രാമം മുഴുവൻ ഉറങ്ങുന്നു. ചെറിയ വീട്ടിൽ ഒരു മഞ്ഞ വിളക്ക് മാത്രം തെളിഞ്ഞു. അത് അന്നയുടെ മേശപ്പുറത്ത്. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കയ്യിൽ അവളുടെ പുസ്തകങ്ങൾ മാത്രം. എടുത്ത് ഒരു ലൈറ്റ് കത്തിച്ചു വെച്ചിട്ട് പകൽ മുഴുവൻ വീടുകളിലും മറ്റും ജോലി ചെയ്തു. കൈകൾ പൊട്ടി, പാദം വേദനിച്ചു. പക്ഷെ അവൾക്ക് ഉറങ്ങുവാൻ ഭയം. ഇന്ന് ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ സ്വപ്നം ഒരു പടി പിന്നിലാകും. അവൾ കണ്ണു തുറന്ന് വെച്ചുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടേയിരുന്നു. പകൽ 5 മണിക്ക് എഴുന്നേറ്റ് വെള്ളം കോരി മറ്റു വീടുകളിൽ വീട്ടുജോലിക്കും പോയി. ഒരു വീട്ടമ്മ അവളോട് പറഞ്ഞു, ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജനം? നിനക്ക് പരീക്ഷയിൽ ജയിക്കുവാൻ പറ്റുമോ? അവൾ ഒരു നിമിഷം ചിരിച്ചു. പക്ഷേ ഉള്ളിൽ അവൾക്കൊരു പേടിയുണ്ടായിരുന്നു. മറ്റൊരു വീട്ടിൽ അവർ അവളെ പരിഹസിക്കുവാൻ തുടങ്ങി. നീ IAS പഠിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഈ വീട്ടുജോലിക്കൊക്കെ വരുന്നത്? നീ IAS പഠനം നിർത്തി ഈ വീട്ടുജോലിക്ക് തന്നെ വായോ, നിനക്കതാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ ആ വാക്കിനൊന്നും പറഞ്ഞില്ല. പാത്രം കഴുകുമ്പോൾ കണ്ണുനീർ വെള്ളത്തിൽ കലർന്നു. വൈകുന്നേരം വീട്ടിലേക്ക് നടക്കുമ്പോൾ ഗ്രാമത്തിലെ ചിലർ ചായക്കടയിൽ മുന്നിലിരുന്ന് പറഞ്ഞു, ഇവൾ കളക്ടറാകണമെന്നുമല്ല പറഞ്ഞത്, ഇപ്പോൾ ദേ വീട്ടുജോലിക്കും മറ്റും പോകുന്നു. അവൾക്ക് സ്വപ്നം കാണുവാൻ മാത്രമേ പറ്റുകയുള്ളൂ. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ വേദനയേറ്റു. പക്ഷേ ഒരു നിമിഷം പോലും അവൾ പിറകോട്ട് പോയില്ല. അവളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, അവളുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റും എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു അവൾക്ക്. രാത്രി 1 മണി. അമ്മ ഉറങ്ങി. അവൾ പുസ്തകം തുറന്നു. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. പക്ഷേ അവൾ പിന്നെയും പഠിച്ചു. അച്ഛൻ്റെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ. ഒരു ദിവസം പഠിക്കുമ്പോൾ അവൾ ഉറങ്ങിപ്പോയി. പുസ്തകത്തിന്മേൽ തന്നെ തല വീണു. രാവിലെ അമ്മ ഉണർത്തി. മോളെ, നീ ഇങ്ങനെ എങ്ങനെ ജീവിക്കും? അവൾ ചിരിച്ചു പറഞ്ഞു. അമ്മേ, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ പോരാടുകയാണ്. അങ്ങനെ ആദ്യ ശ്രമം എത്തി. പക്ഷേ ആദ്യ പരീക്ഷ അവൾക്ക് പരാജയമായിരുന്നു. അവൾ വീട്ടിൽ വന്ന് ഫലം നോക്കി. കമ്പ്യൂട്ടർ സ്ക്രീനിൽ മങ്ങിയതായി തോന്നി. ഗ്രാമം വീണ്ടും ചിരിച്ചു. അവൾക്ക് പറഞ്ഞില്ലേ ഇതൊന്നും പറ്റില്ല എന്ന് നാട്ടുകാരെല്ലാവരും പറഞ്ഞു. പക്ഷെ അവൾ അത് ഒരിക്കലും പിൻവലിയാൻ തയ്യാറായിരുന്നില്ല. അവൾ രാത്രിയോളം ഇരുന്ന് കരഞ്ഞു. ദൈവമേ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കത് നേടിയെടുക്കുവാൻ പറ്റിയില്ല. അമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ തോറ്റിട്ടില്ല. ഈ കണ്ണുനീർ നാളെ നിൻ്റെ ശക്തിയായിരിക്കും. അങ്ങനെ അവൾ 2ാം ശ്രമത്തിന് വേണ്ടിയുള്ള തുടക്കം തുടങ്ങി. അവൾ ഒരു തീരുമാനമെടുത്തു. മൊബൈൽ ഉപേക്ഷിച്ചു. ഉറക്കം 2 മണിക്കൂർ മാത്രം. ദിവസം 15 മണിക്കൂർ പഠനം. പകൽ ജോലി, രാത്രി പഠനം. ശരീരം ക്ഷീണിച്ചു. ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ ബോധം കെട്ട് വീണു. വീട്ടമ്മ വെള്ളം കൊടുത്തു. ഇങ്ങനെ എന്തിന് കഷ്ടപ്പെടുന്നു എന്ന് വീട്ടമ്മ പോലും ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ സ്വപ്നം, അത് നേടിയെടുക്കണം. അങ്ങനെ 2ാം ശ്രമവും. പക്ഷേ അതും പരാജയമായിരുന്നു. ഇപ്രാവശ്യം ഗ്രാമക്കാർ മുഴുവൻ അവളെ നോക്കി പരിഹസിച്ചു, പുഞ്ചിരിച്ചു. ഇനി നിർത്തു, നിനക്ക് ആ വീട്ടുജോലി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രാമക്കാരെല്ലാവരും അവളെ കളിയാക്കി ചിരിച്ചു. ഒരു നിമിഷം അവൾ നിശബ്ദമായി. പിന്നീട് കണ്ണുകൾ തുറച്ചു. എൻ്റെ സ്വപ്നം ഞാൻ ഒരിക്കലും വിട്ടുകളയുകയില്ല എന്ന് അവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ അവൾ വീണ്ടും 3ാം ശ്രമത്തിന് വേണ്ടിയുള്ള തുടക്കം തുടങ്ങി.
അവൾ പൂർണ്ണമായ മനസ്സോടെ ഓരോ അപമാനവും ഓരോ ഉറക്കമൊഴിഞ്ഞ രാത്രിയും ഓരോ കണ്ണുനീരും അവളുടെ ഉത്തരമായിരുന്നു. അങ്ങനെ 3-ാം ശ്രമം അവൾ പൂർണ്ണമായി ആത്മവിശ്വാസത്തോടെ. അങ്ങനെ പരീക്ഷ എഴുതി മാസങ്ങൾ കഴിഞ്ഞു. ഫലം വന്ന ദിവസം കമ്പ്യൂട്ടർ സ്ക്രീനിൽ അവളുടെ പേര് അനന്യ. അവൾ നിശബ്ദമായി ഉറക്കെ കരഞ്ഞു. അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മേ, അച്ഛൻ്റെ സ്വപ്നം വിജയിച്ചു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് പോസ്റ്റിംഗ് കിട്ടിയത് സ്വന്തം ജില്ലയിൽ. ആ വലിയ കസേരയ്ക്ക് മുന്നിൽ അവളിരുന്നു. കണ്ണുകൾ അടച്ചു. അച്ഛൻ്റെ ശബ്ദം, നീ കളക്ടറായി ആകണം എന്നുള്ളത്. വാതിൽ തുറന്നു. അമ്മ അകത്തേക്ക് വന്നു. മകളെ ആ കസേരയിൽ കണ്ടപ്പോൾ അമ്മ കരഞ്ഞു. അനന്യ അമ്മയെ ചേർത്ത് പിടിച്ചു. ഇനി മുതൽ കളക്ടർ കസേരയിൽ ഞാനിരിക്കും അമ്മ. പക്ഷെ ഈ വിജയം നമുക്ക് 2 പേർക്കും മാത്രമുള്ളതല്ല, എൻ്റെ അച്ഛൻ്റെയും കൂടി വിജയമാണ്. ഗ്രാമം മുഴുവൻ അവൾക്ക് വേണ്ടി കൈയടിച്ചു. അന്ന് കുറ്റം പറഞ്ഞ എല്ലാവരും അഭിമാനത്തോടു കൂടി അവളെ ഇപ്പോൾ കാണുന്നു. പാത്രം കഴുകിയ കൈകൾ ഇനി നീതിക്കൊപ്പെടുന്നു. ഒരു അച്ഛൻ്റെ അവസാന വാക്ക്, ഒരു അമ്മയുടെ പ്രാർത്ഥന, ഒരു പെൺകുട്ടിയുടെ ഉറച്ച മനസ്സ്. അതുകൊണ്ട് സ്വപ്നം ഒരിക്കലും മരിക്കുകയില്ല. കഷ്ടപ്പെട്ടാൽ ഒടുവിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ലഭിച്ചിരിക്കും. അതിനുള്ള ഉദാഹരണമാണ് ഈ കഥയിലെ അനന്യ എന്ന പെൺകുട്ടി. അവൾ ജീവിതത്തിന് മുന്നിൽ പതറാതെ, തോൽവികൾക്ക് മുന്നിൽ, പരാജയങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ അവൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് മാത്രമാണ് ഒടുവിൽ അവളുടെ സ്വപ്നം അവൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചത്.